വന്നവനും നിന്നവനും പോയവനും അടിക്കാൻ ഹൈദരാബാദിന് മാത്രമല്ല ഇങ്ങ് ഡൽഹിക്ക് ആളുണ്ടെന്ന് വിശാഖപട്ടണം കണ്ടു. 7-3 എന്ന നിലയിൽ നിന്ന് ഡൽഹിയെ വിജയത്തിലേക്ക് എത്തിച്ചത് അശുതോഷിന്റെയും സ്റ്റബ്സിന്റെയും വിപ്രജിന്റെയും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ്. 210 റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹിയെ പവർ പ്ലേയിൽ തന്നെ ലക്നൌ ലോക്ക് ചെയ്യുന്നു. തുടക്കം പിഴയ്ക്കുന്നു. 6 ഓവറിനുള്ളിൽ വീണത് 4 വിക്കറ്റുകൾ. ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ വീഴ്ത്തി ഷാർദുൽ താക്കൂർ ഡൽഹിയുടെ നടുകൊടിച്ചു. 3-ാം പന്തിൽ തന്നെ അപകടകാരിയായ ജയ്ക്കിനെയും 5-ാം പന്തിൽ അഭിഷേക് പോറലിനെയും ഷാർദുൽ മടക്കി അയച്ചു. പവർ പ്ലേ പൂർത്തിയാകുമ്പോൾ ഡൽഹി 4 വിക്കറ്റ് നഷ്ടത്തിൽ 52 റൺസ് എന്ന നിലയിലായിരുന്നു. പിന്നീട് വന്ന എല്ലാവരും ഒരേ ലക്ഷ്യം. ജയത്തിൽ കുറഞ്ഞതൊന്നും ഡൽഹി പ്രതീക്ഷിക്കുന്നില്ല എന്ന് കെവിൻ പീറ്റേഴ്സൺ ഡഗ്ഔട്ടിൽ നിന്നും വ്യക്തമാക്കുന്നു. അവസാന വിക്കറ്റ് കയ്യിൽ പിടിക്കുമ്പോഴും തെല്ല് ഭയം അശുതോഷിനെ തീണ്ടിയിരുന്നില്ല. ഫലമോ ജയം മാത്രവും. 2 പേരുടെ ബാറ്റിംഗ് കരുത്തിലാണ് ഡൽഹിക്കെതിരെ മികച്ച സ്കോർ പടുത്തുയർത്താൻ ലക്നൌവിന് സാധിച്ചത്. നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 209 റൺസാണ് ലക്നൌ നേടിയത്. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഓപ്പണർ മർക്കറത്തിന് ശേഷം എത്തിയ 2-ാം വിക്കറ്റിലെ മാഷ് പൂറൻ കൂട്ടുകെട്ട് ഡൽഹിക്ക് തലവേദനയായി. ഇരുവരും ഡൽഹി ബൌളർമാരെ തലങ്ങും വിലങ്ങും പറത്തി. 2-ാം വിക്കറ്റിൽ 87 റൺസാണ് ഇരുവരും അടിച്ചുപൂട്ടിയത്. 12-ാം ഓവറിൽ മുകേഷ് കുമാറിന്റെ പന്തിൽ മാഷിനെ സ്റ്റബ്സ് പിടികൂടിയതോടെ ആ കൂട്ടുകെട്ടിന് അവസാനമായി. പിന്നീടെത്തിയ ഋഷഭ് പന്തിനെ ഒരു വശത്ത് സാക്ഷിയാക്കി നിക്കോളാസ് പൂറൻ അടിച്ചു തകർക്കുകയായിരുന്നു. ലക്നൌ സ്കോർ ബോർഡ് 161-ലെത്തിയപ്പോൾ പന്തിന്റെ വിക്കറ്റ് നഷ്ടമായി. 6 പന്ത് നേരിട്ട പന്തിന് ഒരു റൺസ് പോലും നേടാൻ സാധിച്ചില്ല. കുൽദീപ് യാദവിന്റെ പന്തിലാണ് പന്തിന് പിഴച്ചത്. 161-ന് 2 എന്ന ശക്തമായ നിലയിൽ നിന്ന് ലക്നൌവിനെ 194-ന് 8 എന്ന നിലയിലേക്ക് പിടിച്ചുകെട്ടുവാൻ ഡൽഹിക്ക് സാധിച്ചു. ഫിനിഷിംഗിൽ കുറച്ചുകൂടി മികവ് കാണിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ സ്കോർ ഉയർത്താൻ ലക്നൌവിന് സാധിക്കുമായിരുന്നു.